സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നു ടീം ഫൺ സ്റ്റാർസ്. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. നടക്കില്ല നടക്കില്ല നടക്കില്ല. ഹലോ, എന്തോ പറയുന്നത് നിങ്ങള്? നടക്കില്ല നടക്കില്ല നടക്കില്ല. എന്നിട്ട് നിങ്ങൾ നടന്നവളാണല്ലോ എത്ര നേരം സംസാരിച്ചത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട് മുഴുവൻ കൃത്രിമമാണ്. അരിയിൽ കൃത്രിമം, മണ്ണെണ്ണയിൽ കൃത്രിമം, പൂവിൽ കൃത്രിമം, മൊത്തം കൃത്രിമം. അതുകൊണ്ട് കൃത്രിമത്തിനെതിരാണ് എന്റെ ഈ സമരം. എന്ത് കൃത്രിമത്തിന്? കൃത്രിമ ഗർഭത്തിനെതിരെ ഒറിജിനൽ സമരം. അത് ശരി. ഇപ്പൊ എന്താ പ്രശ്നം? മൊത്തത്തിൽ എന്താ കാര്യം? പ്രശ്നം എന്താ? ഇവിടെ ഇപ്പൊ സർക്കാർ കുത്തിവെപ്പ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയിൽ, എനിക്കും എന്റെ ഉമേഷിനും ജോലിയിലായിരിക്കാണ്. ഉമേഷാ? അതൊരു അച്ഛനാണോ? അല്ല, എന്റെ കാള. കാളയോ? ഉമേഷോ കാളയോ? കാളക്കാരെങ്കിലും ഉമേഷ് എന്നൊക്കെ പേരിടുവോ? ഒരു കാര്യം ചെയ്യാം, കാളയ്ക്ക് ബിനു അടിമാലി നിട്ടിട്ട് നിങ്ങൾക്ക് ഉമേഷ് കുമാർ എന്ന പേരിടാ, മതിയോ? ഉമേഷ് അതാ കറക്റ്റ്, എനിക്ക് തെറ്റുപറ്റിയതാ. അപ്പൊ അത് മതി. ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്ത ബാനർ കാള കൊണ്ടോണ്ട് അങ്ങനെ വേണ്ട. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഉമേഷ് കുമാർ എന്തിനാണ് ഈ കാളയ്ക്ക് പേരിട്ടത്? വേറെ പേരൊന്നും കിട്ടിയില്ലേ? ഉമേഷ് കുമാർ എന്ന കാളയ്ക്ക് പേരിട്ടെന്തിനാണ്? എന്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ടതാണ്. അച്ഛന്റെ ഓർമ്മയ്ക്കാ? മനസ്സിലായില്ല. എന്റെ അച്ഛൻ ഭയങ്കര ചവിട്ടും കുത്തുവായിരുന്നു. അവസാനം സഹിക്കാൻ പോയതാ എന്റെ അമ്മ അച്ഛനെ അടുത്തിട്ട് അടിച്ചടിച്ച് അച്ഛൻ അങ്ങ് ചത്തു. അങ്ങനെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അമ്മ ഇട്ട പേരാണ് ഉമേഷ് കുമാർ. എന്നാലും അച്ഛന്റെ ഓർമ്മയ്ക്ക് കാളക്കിടാതെ വേറെ ആർക്കും മക്കൾക്കാർക്കും ഇട്ടൂടാ പേര്? അതല്ല, ഈ ഉമേഷ് കുമാർ എന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് അടിക്കാൻ തോന്നും. വാരി പറക്കിട്ട് കാളയെ അങ്ങ് അടിക്കും. അപ്പൊ കാളയാകുമ്പോ അടിക്കാം അതിനു വേണ്ടി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അച്ഛന്റെ പേരാണോ ഉമേഷ് കുമാർന്ന്? അപ്പൊ ഏത് സമയത്തും തല്ലാൻ വേണ്ടി കാളക്കിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റേ ഉണ്ടല്ലോ, എറണാകുളത്തൊക്കെ സംസാരിച്ചില്ലേ, ഫെമിനിസ്റ്റ്. പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഫെമിനിസ്റ്റുകളുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ആണിസ്റ്റ് ഉണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കുത്തിവെപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ പശുവിനെ ചവിട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രസവം വരെ ഞങ്ങൾ കൂടെ നിൽക്കും. അല്ലാതെ ഗർഭമുണ്ടാക്കിയിട്ട് വഴിയിൽ കളഞ്ഞിട്ട് പോകണമെന്നല്ല എന്റെ ഉമേഷ് കുമാർ. നിങ്ങൾക്ക് എന്താണ് പണി? എന്താണ് നിങ്ങൾക്ക് എന്താ പണി? എന്താണ്? ഗർഭമുണ്ടാക്കി അടിച്ചിട്ട് ചെവിക്കല്യാൻ പൊട്ടിക്കപ്പെട്ട? അല്ല, ഞാനല്ല. പിന്നെ ഞങ്ങൾ പശുവിനെ ചവിട്ടിച്ച് ഗർഭം ഉണ്ടാക്കും. ആര്? ഞങ്ങൾ, എന്റെ പശു. എന്നിട്ട് കാളയ്ക്ക് ലാടമടിക്കും, പശുവിന് മൂക്കേറി കിട്ടും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. ഓ, അങ്ങനെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആയിരക്കണക്കിന് പശുക്കുട്ടികൾക്കും വികാര നിർഭീനെ കിടക്കുന്ന കാളക്കുട്ടന്മാർക്കും വേണ്ടി ഞാനിവിടെ നിരാഹാര സമരം ആരംഭിക്കാൻ പോവുകയാണ്. സാറിനറിയൂ, ഞാൻ കണ്ടിട്ടുണ്ട് 1000 ദിവസങ്ങളിൽ എന്റെ ഉമേഷ് കുമാർ ആകാശത്ത് നിലാവും നോക്കി വികാര നിർഭീരനായി ബബിൾക്കോം ചവച്ചായി ഉറക്കി കിടക്കുന്നത്. കഷ്ടമെന്ന് പറ. അതുകൊണ്ട് വിദേശ ബീജം ഇവിടെ വേണ്ട, സ്വദേശി മാത്രം മതി. അല്ല, ഞാൻ ചോദിച്ചിട്ടെ സാറ്, എന്താണ് ഒരു ഗർഭത്തിന് എന്ത് കിട്ടും? തെങ്ങി ചേർന്ന് കൂമ്പിന് ഇടി കിട്ടും. ഞാൻ കാളയുടെ കാര്യമാണ് ചോദിച്ചത്. അയ്യോ, ഞാൻ വിചാരിച്ചു എന്റെ കാര്യമായിരിക്കും. എന്നാ നിന്നെയാണെങ്കിൽ കൊല്ലണം, അതാണ് വേണ്ടത്. വിദേശ ബീജം വേണ്ട, വിദേശ ബീജം വേണ്ട. രാജനാ? അല്ല, മന്ത്രി. എന്തടാ രാജ? കുന്തട രാജ. സുഖമാണോ? ഇവിടെ പലർക്കും സൂഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. എന്നോട് നിനക്ക് ഇച്ചിരി വിരോധം ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഈ കൃത്രിമ ഗർഭമൊക്കെ ഉണ്ടാക്കുന്നത് സർക്കാർ തീരുമാനമല്ലേ? ആണോ? നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാണ്. എത്ര കുട്ടികളുണ്ട്? കുട്ടികളില്ല. എന്ത് സർക്കാർ തീരുമാനിച്ചില്ലേ? ഈ സർക്കാരിന്റെ തീരുമാനങ്ങളും ഈ ഇഞ്ചക്ഷൻ കാര്യങ്ങളും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കുത്തിവെച്ച് ഇവിടെ കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ അത് വളർന്ന് വലുതാക്കുമ്പോൾ അതിന്റെ അച്ഛനാരെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ സിറിഞ്ചെടുത്ത് കാണിക്കുമോ? അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ്. നിങ്ങളെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉമേഷ് കുമാർ തളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, പറമ്പിൽ മിണ്ടാതെ പശു പുല്ല് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ കൂടെ ചെന്ന് കുത്തിവെച്ച് കുട്ടികൾ ഉണ്ടാക്കുന്നതാണോ നിങ്ങളെ ശാസ്ത്രം എന്ന് പറയുന്നത്? അതെ, നീ പറയുന്ന പോലെ നിന്റെ കാളെ വിട്ട് ഈ പശുവിന്റെ കൂടെ വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് നാടൻ കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. അതിന് പകരം മറ്റേ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള ചുണക്കുട്ടന്മാർ വിദേശികൾ ഇവിടെ ഉണ്ടാവില്ലേ? വിദേശ നിക്ഷേപം നടത്തുന്ന എക്സ്പ്രസ് ഹൈവേയുടെ പണിയാണ്. നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. കാരണം ഇവിടെ ഒരു പശുവിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു വിദേശി കുഞ്ഞ് ഈ ഭൂമിയിൽ കാൽ തൊടും. വിദേശിയെയും മണ്ണിൽ കാല് കുത്താൻ ഞാൻ അനുവദിക്കില്ല. അത് മാത്രമല്ല, ഞങ്ങൾ പശുവിനെ ചവിട്ടിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കുഞ്ഞ് സ്വദേശി കുഞ്ഞാണ്. അത് മലയാളം സംസാരിക്കും. പക്ഷേ നിങ്ങൾ വിദേശത്തോടുള്ള ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ആംഗലേയ ഭാഷയാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ? ഞങ്ങൾക്ക് വരുന്ന കുഞ്ഞുങ്ങൾ
ജനിച്ചാൽ ഉടൻ തന്നെ അമ്മേ അമ്മേ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കുത്തിവെച്ച കുഞ്ഞുങ്ങളോ മമ്മേ മമ്മേ എന്നല്ലേ വിളിക്കുന്നത്. നീ കാര്യം നോക്കി അങ്ങോട്ടൊക്കെ പായും തലാടൊക്കെ ചുട്ടി പറക്കി ഇറങ്ങി മനസ്സിലാന്ന് പറഞ്ഞില്ലേ? 100 കൂട്ടം പ്രശ്നം ഇവിടെ ഉണ്ട്. 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഇവിടെ ഉണ്ട്. 100 കൂട്ടം കാര്യങ്ങൾ. ഡോക്ടർ സാറേ, സാറേ സാറേ പ്രസവിച്ച സാറേ, എന്റെ കുഞ്ഞവിടെ സാറേ, എന്റെ കുഞ്ഞവിടെ സാറേ. ഏതാണ് പ്രസവം ഗർഭം? ഇത് കുത്തിവെച്ചോ? സാറേ പ്രസവിച്ച സാറേ, ഇങ്ങ് വാ സാറേ, പ്രസവിച്ച സാറേ. ഈ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഇത് പ്രസവാശുപത്രി അല്ല, ഇത് മൃഗാശുപത്രി. അതറിയാം സാറേ. ചോദിക്കട്ടെ സാറേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാറേ? എന്റെ പശുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കോംപ്ലിക്കേറ്റഡ് ആണ്, ഓപ്പറേഷൻ വേണ്ടി. നിനക്കത് തന്നെ വേണം. എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നു. സാറേ എനിക്ക് ടെൻഷൻ കയറി കൈയും കാലും ഒക്കെ വിറയ്ക്കണം. രായത്തി പോലെ വെള്ളം താടാ. ഗർഭം ഉണ്ടാക്കാൻ വിദേശ ബീജം, കുടിക്കാൻ വെള്ളം മലയാളി. നീ ഇന്ന് വെള്ളം കൂച്ചതുപോലെ അതെ സാറേ, ഇതൊക്കെ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കണം സാറേ. ഭയങ്കര പറയില്ല. കോഴിക്ക് കൊടുക്കാൻ ഇഞ്ചക്ഷൻ അടിച്ച് കയറ്റട്ടാ, അങ്ങോട്ട് അടിച്ച് കയറ്റി പോവാതെ വലിയേക്ക്. എന്റെ സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യും. എടാ രായ, എന്റെ കൈയും കാലും ഓടലടാ. ഒരു ഓട്ടോ വിളി, അത് നല്ലപോലെ ഓടും. എന്റെ ദൈവമേ, എന്ത് ചെയ്യും സാറേ? എനിക്കാകെ ടെൻഷൻ കയറിയിട്ടേ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചാണാണോ പെണ്ണാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? കൊച്ചാണാണോ പെണ്ണാണോ എന്നറിയാൻ പശുവിന്റെ വയറ്റിൽ കൊണ്ട് ചെവി ഇങ്ങനെ വെക്കണം. ആണാണെങ്കിൽ മിണ്ടൂല, പെണ്ണാണെങ്കിൽ എന്നുള്ള ബഹളമായിരിക്കും. അങ്ങനെ വേണം തിരിച്ചറിയാൻ പറ്റും. ഇവൻ മണ്ടനാണ്. എടാ, ഇതിനൊക്കെ നാടൻ രീതിയിൽ പല പ്രയോഗമുണ്ട്. നീ കൊണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ചവിട്ടിക്കാനോ സമ്മതിച്ചില്ല. ഇങ്ങോട്ട് ചെവി ഉണ്ടോ? ഞങ്ങളൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്. എന്താ എന്റെ കൂടെ പറയൂ സാറേ. എന്റെ കൊച്ചിനെ പെട്ടെന്നൊന്ന് പുറത്തെടുക്കണം. ഈ പെട്ടെന്നൊക്കെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഗോദറേജിന്റെ അലമാരി അല്ല, തുറന്ന് അങ്ങോട്ട് നോക്കിയിട്ട് എടുത്ത് വെളിയിലോട്ട് വെക്കാൻ. ഇതിനൊക്കെ കുറെ സമയവും കാലങ്ങളും ഒക്കെ ഉണ്ട്. സാറേ ഇനി വന്നാണ്, ഇനി വന്നാണ്. മുക്കുണ്ടാ? എല്ലാരും പറയുന്നു ഞാൻ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ മുക്കണം. പക്ഷെ അമ്മച്ചിയാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒന്നും മുക്കിയിട്ടില്ല. എന്തിനാ ഉമേഷ് കുമാരേ നീ വല്ലവന്റെ ഗർഭത്തിൽ വായി നോക്കി നിൽക്കുന്നത്? അങ്ങോട്ട് തിരിഞ്ഞ ആ പറമ്പിൽ ഏതെങ്കിലും പശു ഉണ്ടെങ്കിൽ ലൈൻ അടിക്കാൻ അല്ല. പിന്നെ ഇവന്റെ ഒരു കാര്യം, എന്റെ സാറേ അതല്ലെന്ന്. എന്റെ പശുവെ പ്രസവിക്കാൻ വേണ്ടി മുക്കുന്നുണ്ടാ? അത് മുക്കുന്നുണ്ട്, ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറിനകം അത് പ്രസവിക്കും. നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നു? കുറച്ച് കഴിയുമ്പോ ഇവൻ ഇവിടെ നിന്ന് മുക്കുന്നത് കാണാം. സാറേ ആ പെരട്ട് കാളരായം കുറെ നേരം കൊണ്ട് ഷൈൻ ചെയ്യാണ്. ഇനി അവൻ മിണ്ടിയ അടിച്ചവൻ്റെ കാരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. പന്ന പട്ടി. എൻ്റെ പശുവിൻ്റെ പ്രസവവും അവൻ്റെ മൂക്കാമണ്ട പൊട്ടണതും ഒരുമിച്ചായിരിക്കും. നോക്കൂ. എന്ത് സാറേ? എന്ത് എന്നെ അല്ല വിളിച്ചത്? ആള് മാറി. എന്താണ് അറിയേണ്ടത് സാറേ? ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാലേ സാറേ, ഇപ്പൊ ഈ എന്റെ പശു പ്രസവിക്കാൻ പോണേല്ലോ. പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് കൊടുക്കും സാറേ? 2 പാട്ട ചവരപ്രാശം മേടിച്ചു കൊടുക്കും. അല്ല സമ്മതിക്കോടെ നീ. അതല്ല സാറേ, ഇനിയിപ്പോ പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും സാറേ? പ്രസവിച്ച് നല്ല തെങ്ങും പൂക്കലാതി രസായനം കൊടുത്താൽ മതി. ആ തെങ്ങും പൂക്കലെടുത്ത് നിന്റെ മണ്ടാൽ അടിച്ചതാണ് ഞാൻ. മിണ്ടിപ്പോരുത് നീ. സാറേ ഇനി വരും സാറേ. സാറേ കുട്ടി ഇപ്പൊ പുറത്തോട്ട് വരുമല്ലോ, അപ്പൊ എന്ത് കൊടുക്കും? അപ്പൊ നമ്മള് 2 വാഴയ്ക്കപ്പം ഒരു ചായ. ഏത് കുട്ടിക്ക്? എന്റെ കുട്ടി വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ ഞാൻ അതാണ് കൊടുക്കുന്നത്. ആ ഉമേഷ് കുമാറിനെ കൊണ്ട് ഇവനെ ചവിട്ടിപ്പിക്കണമല്ലോ. അങ്ങനെ വേണം, അങ്ങനെ ചെയ്യണം, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. വള്ളം വീശയും വെച്ചോണ്ട് മുന്നിൽ ഇറങ്ങി പോടാ. വട്ടപ്പൊട്ട അത്തപ്പൂ ഓണത്തിന് മുമ്പ് ഇട്ടോണ്ട് വന്ന് നിൽക്കുന്നു. സാറേ സാറേ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് സാറേ. എന്തൊരു കൊടുക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ സാറേ. എന്തൊരു കൊടുക്കും? നീ ആദ്യം അതിൽ ഇച്ചിരി സമാധാനം കൊടു. എന്റെ നന്ദിനിക്കുട്ടി, അയ്യോ എന്റെ നന്ദിനിക്കുട്ടിക്ക് എങ്ങനെയുണ്ട്? അയ്യോ ഡോക്ടറെ, കരയരുത്. ഈ അവസരത്തിൽ കരയാൻ പാടില്ല, വിഷമിക്കരുത്, പിടിച്ചു നിൽക്കണം. നമ്മളെ നന്ദിനിക്കുട്ടി നല്ലൊരു കുഞ്ഞിനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഉമേഷ് കുമാറിനെ ജനിക്കാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന നന്ദിനിക്കുട്ടിയുടെ അമ്മയാണത്. എനിക്ക് കൊണ്ട് വിഷമം. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളുടെ ഭാര്യ. അപ്പൊ ഇവിടെ ഈ വന്നേക്കുന്ന പശു എന്റെ പശു, എന്റെ നന്ദിനിക്കുട്ടി. ഏത് വകുപ്പിലടി നിന്റെ പശു ആവണത്? എന്റെ നന്ദിനിക്കുട്ടി 6 മാസം ഗർഭിണിയാകുന്നവരെ അവളെ തീറ്റിപ്പോറ്റി വളർത്തിയത് ഞാനാണ്. നീ തീറ്റിപ്പോറ്റി അങ്ങ് വളർത്തി സാറേ. എവളെ ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇവക്ക് പശുവിന്റെ ഒന്നും ഒരു സ്നേഹമില്ലായിരുന്നു സാറേ. ഞാനാണ് സാറേ നോക്കിയത്. നോക്കിയാ? നിങ്ങൾ എന്ത് കൊടുത്ത് നോക്കി? നീ എന്ത് കൊടുത്തടി? ഞാൻ എന്ത് കൊടുത്തെന്നാ? അവളുടെ തൊഴുത്തിൽ ഞാൻ മൊസൈക്ക് ഇട്ട് കൊടുത്തു, ഫാൻ ഇട്ട് കൊടുത്തു, ലൈറ്റ് ഇട്ട് കൊടുത്തു, ഫുൾ ടൈം പാട്ടിട്ട് കൊടുത്തു.
അപ്പൊ ഈ വൃത്തിയായിട്ട മനുഷ്യൻ ചെയ്ത എന്താന്നറിയാമോ? ഇങ്ങേര് നന്ദിനെ അഴിച്ച് പെരക്കകത്ത് ഇട്ടിട്ട് ഇങ്ങേര് ആ തൊഴുത്തി കയറി കിടന്നു. അത് ഭയങ്കര ഇടപാടായി. പറഞ്ഞുകൊടുക്കാം. അല്ലല്ല, സംഭവം തരുന്നറിയണ്ണ. അതായത് എന്റെ പൈസ, ഞാൻ സമ്പാദിച്ച പൈസ, ഓക്കെ, അതെടുത്ത് വീട്ടിനകത്ത് ഇയാളുള്ള എസിയും ടൈൽസും മാർബിളും അതും ഇതുമൊക്കെ ഇവള് എരുത്തില്ലാത്ത ചെയ്തിട്ട് വീട് മുറി തൊഴുത്ത് കണക്ക് കിടക്കണം. അപ്പൊ ഞാൻ തൊഴുത്തിലോട്ട് താമസം മാറ്റിയിട്ട് നന്ദിനി അങ്ങ് മുറിക്കകത്തോട്ട് താമസിപ്പിച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് സാറേ, ഞാൻ ഇവനായിട്ടുള്ള പ്രശ്നം എന്തെന്നറിയാം, ഇവക്ക് ഭയങ്കര ലോഗോയാണ്. ലോഗോയൊക്കെ വെച്ച് വന്ന് നിൽക്കാൻ ഇത് ഏത് കമ്പനിയുടെ ബിൽഡിംഗ് ആടേ? ലോകോയാ? എന്തോന്നാടേ ലോഗോ? അല്ല, ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് നെൽസണ്ണന്റെ കൂടെ തോന്നണ ഒരു അസൂയം കുശുമ്പോ അങ്ങനെയൊക്കെ ഒരു സാധനം കണ്ടുകൂടായ്മ കാണുമ്പോൾ ഈഗോ. ഈഗോ? ഇയാള് ഗോഗോ? സാറേ, പിണങ്ങി പോകാനുള്ള കാരണം ഇതൊന്നുമല്ല. ഇയാൾ എന്റെ അച്ഛനെ കൊരങ്ങാന്ന് വിളിച്ച്. അത് വളരെ മോശമായി പോയി. നിങ്ങളുടെ അച്ഛൻ ആരെ പോലെ ഇരിക്കും? എന്നെ പോലെ ഇരിക്കും. ഇയാളുടെ ഭാഗത്ത് ന്യായം. ഇയാൾ കാര്യം പറ. അത് തന്നെയല്ല സാറേ, എന്റെ അച്ഛന് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നറിയാവോ? ഒരു അച്ഛൻ ഒരു മകളോടുള്ള സ്നേഹം സാറിന് മനസ്സിലാക്കാൻ പറ്റൂലേ? എന്ത്? ഒരു അച്ഛന്റെ വികാരം അറിയാവുന്ന നിങ്ങളാണോ എന്റെ ഉമേഷ് കുമാറിന് അച്ഛനാവാനുള്ള അവസരം നിഷേധിച്ചത്? നീ ഒരു സാറേ, വേറൊരു കാര്യമുണ്ട് സാറേ. ഇവിടെ അച്ഛൻ ചെയ്ത ഒരു പരിപാടി ആക്കണോ? അങ്ങനെ എല്ലാ മാസവും ബലിയിടാൻ പോകും. ഒരിക്കൽ എന്നെ കൂടെ ബലിയിടാൻ വിളിച്ചു. പറഞ്ഞോടേ എന്തിനത് അങ്ങോട്ട് അത് വേറൊന്നുമല്ല. എല്ലാ മാസം കാക്കല്ലേ ചോറ് കൊടുക്കണത്, ഇത്തവണ ഒരു പട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പട്ടി അല്ലേടി? ഞാൻ പട്ടിയല്ലേടി? 3 മാസം കഴിഞ്ഞ് ഇവിടെ തന്നെ വരണം. ഇയാൾ പട്ടിയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. എന്നെ പോലെ ആളാ പഠിക്കുന്നത്. എന്റെ സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളെല്ലാം കൂടെ നിൽക്കേണ്ടത് തുറന്നു പറയണം. എവളൊരു കഴുതയാണ്. കഴുതയ്ക്ക് കൊടുക്കാൻ ഇവിടെ മരുന്ന് വന്നിട്ടില്ല കേട്ടോ. സത്യം ഇല്ലാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ 2 എണ്ണം അടിച്ച് കയറ്റിയത്. സാറേ, ഒന്ന് ഇങ്ങോട്ട് നിൽക്കോ. അങ്ങ് കീഴ്ക്കാൻ തൂക്കി പോയി കിടക്കാതെ. പിന്നെ സാറേ, ഒരു കാര്യമുണ്ട്. സാർ ഈ പശുവിനെ എങ്ങനെയും പ്രസവിപ്പിച്ച് ആ കൊച്ചിനെ എന്റെ കയ്യിലോട്ട് തരണം. അയ്യോ, കൊടുക്കരുത്. എന്റെ കൈ തരണം. ഞാനാണ് അവളെ പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് പോറ്റിയത്. നീ അങ്ങ് പോറ്റി ഒന്ന് പോടി അവിടെ നിന്ന്. സാറേ, ഞാനുണ്ടല്ലോ സാറേ, രാവിലെ പശു എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഇടയിൽ പോയി ശ്രീകൃഷ്ണൻ ഓടക്കുഴലിൽ വായിക്കും പോലെ ഇങ്ങനെ ഓടക്കുഴലിലും വായിച്ചോണ്ട് നിൽക്കുമായിരുന്നു. നിനക്ക് അതാണ് പറ്റിയ പണി. താടി വെച്ച കൃഷ്ണൻ ബാക്കി പറയും. സാർ ഇതിനകത്ത് ഇടപെടരുത്. സാർ ഇടപെടരുത്. ഇടപെടും. സാർ ഇടപെടും. സാറിനാണ് ഇതിന് ഇടപെടാനുള്ള അവകാശമുള്ളത്. സാർ എന്തിനാ ഇടപെടുന്നത്? നീ ഇത്ര നേരം അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നല്ലടാ. പിന്നെ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ അനുകൂലിച്ച് പറയണത്? ഗർഭം ഉണ്ടാക്കിയാ പോരാ, അതിന് വളർത്താനും കൂടെ പഠിക്കണം. അനാവശ്യം പറയരുത് കേട്ടാ. സാറേ, കുഞ്ഞിനെ എനിക്ക് തരണം. ഞാൻ അവളെ നന്ദിനെ വളർത്തിയ പോലെ തന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. സാറേ, കൊച്ചിനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇതാ പൊന്നെ പോലെ ഞാൻ നോക്കണം. സാറേ, സാറേ, എനിക്ക് തന്നാ മതി സാറേ. ഞാൻ നോക്കിക്കോളാം സാറേ. ഈ 2 പേരും കൂടെ കയ്യിൽ നീട്ടിപ്പിടിച്ച് നിന്നാ എന്റെ പോക്കറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് തരാൻ പറ്റിയല്ല. ഇത് പ്രസവിക്കണം ആദ്യം. അതിന് ഇച്ചിരി സമയം കൊടുക്കണം. സമയമായി. ഞാൻ ആദ്യം അത് പ്രസവിച്ചോന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. നിനക്ക് ടെൻഷൻ ഒന്നും ഇല്ലേടേ? പിന്നെ ഇംഗ്ലീഷ് ഗർഭത്തിന് ഞാനെന്തിനാണ് അടിക്കുന്നത്? എന്റേത് മലയാളം ഗർഭം. അയ്യോ, ഇത് കഴിഞ്ഞ ജന്മത്തിൽ വരികകളായിരുന്നു. എന്താ? നിന്റെ കാലി കിടക്കണ എന്റെ ചെരുപ്പാണ്. പിണങ്ങി പോയപ്പോ നീ എടുത്തോണ്ട് പോയത്. ഇത് അവിടെ പശുവിന്റെ പ്രസവം എടുക്കാൻ വന്നാ കൊന്തി കളിക്കാം. പശു പ്രസവിച്ചേ. എന്റെ തല്ലിക്കുട്ടി. ഭഗവാനെ. അവന്റെ വരവ് കണ്ടാത്തൊന്നും അവനാണ് പ്രസവിച്ചത്. അങ്ങനെ 2 പാത്രം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ഇംഗ്ലീഷ് മീഡിയം കുത്തിവെച്ച പാത്രമേ വരത്തോളന്ന്. ഇനി വെങ്കല ഉരുളി വരും, കിണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് വല്ല ജങ്കാറ് വല്ലതും വന്നോ? ഒരബദ്ധം പറ്റി. ആവശ്യമില്ലാതൊരു അബദ്ധം പറ്റുന്നു പറയരുത്. ഗർഭത്തിന്റെ കേസായതുകൊണ്ട് വേറെ വല്ലതും ചിന്തിക്കും. ചുമ്മാ പോടെ. ഞാൻ ഗ്ലൗസ് ഇട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ബ്ലൗസ് ഇട്ടുണ്ടെന്ന് ഞാൻ പശുവിന്റെ അടുത്ത് ആദ്യ രാത്രി വിളിക്കാൻ പോലെ മിണ്ടായ. സാറേ, പ്രസവിച്ചല്ലോ. കൊച്ചിനെ എനിക്ക് താ സാറേ, ഞാൻ കൊണ്ടുപോകും. സാറേ, എനിക്കിതാ സാറേ. അത് പറ്റുള്ളൂ സാറേ, എനിക്ക് തരണം, ഞാൻ കൊണ്ടുപോകും. അയ്യോ സാറേ. സാറേ, ഞാൻ വെച്ച് മിണ്ടാത്ത ഇവക്ക് കൊച്ചിനെ കൊടുക്കരുത്. എനിക്ക് കൊച്ചിനെ തല സാറേ. പ്രശ്നം എന്താന്ന് പറഞ്ഞാലേ, ഈ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് കൊച്ച് വളരെ സുഖമായിട്ട് ഇരിക്കുന്നെങ്കിലും ഈ നല്ലപോലെ തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കണം. അതിനകത്ത് വേണം. അയ്യോ, അത് ഞാൻ കൊടുത്തോളാം. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പക്ഷെ അതിന്റെ കൂടെ ഒരുപാട് ഈ വില കൂടിയ മരുന്നുകളും വാങ്ങിച്ചു കൊടുക്കണം. അത് ഞാൻ കൊടുക്കാം സാറേ. ഞാൻ പണിക്കോണം. എന്റെ പൈസ ഇട്ടല്ലോ, ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം സാറേ. എനിക്ക് താ സാറേ, ഞാൻ നോക്കിക്കോളാം സാറേ. സാറേ, ഞാൻ നിങ്ങൾ 2 പേര് ഈ 2 കഴിഞ്ഞ ഈ കൊച്ചിനെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഇതാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഇല്ല സാർ.
അപ്പൊ കുട്ടികളില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിയെ നിങ്ങൾ സന്തോഷകരമായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്ന് വളർത്തിക്കുക. ഞാൻ നോക്കട്ടെ എന്ന് തീരുമാനിച്ചു നിങ്ങൾ. അവിടെ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മ ചേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അപ്പൊ പിന്നെ നീ എന്താ നല്ല അമ്പോറ്റി ഒരു കൊച്ചിനെ എടുത്തോണ്ട് സന്തോഷകരമായിട്ട് വീട്ടിലോട്ട് പോക്കോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? നിങ്ങൾക്ക് കുട്ടിയെ കിട്ടിയില്ലേ? ആ തള്ള എനിക്ക് തന്നൂടെ? എന്തിന്? എന്റെ ഉമേഷ് കുമാറിന് ഒരു അവസരം.